PR സുനിൽ, ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബിൽ കൊണ്ടുവരാൻ പോകുന്നത്. പ്രതിപക്ഷം ഇതിനോടകം തന്നെ എതിർപ്പുമായി രംഗത്തെത്തി കഴിഞ്ഞു. എന്തൊക്കെയാണ് ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? അത് ആർക്കായിരിക്കും കുരുക്കാകുന്നത്? വിനീത, തീർച്ചയായും പ്രതിപക്ഷമാകെ ആശങ്കയോടെയാണ് ഈ ബില്ലിനെ കാണുന്നത്. അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണഘടനയുടെ 130 അനുച്ഛേദത്തോടെയാണ് 130 ഭേദഗതിയോടെയാണ് ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇത് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലോക്സഭയിൽ വലിയ ബഹളം തുടരുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിക്കും. അതായത് ബില്ലിൽ പ്രധാന വ്യവസ്ഥയായി പറയുന്നത് 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ അറസ്റ്റിലായി 30 ദിവസം വരെ ജയിലിൽ കിടന്നാൽ അവരുടെ മന്ത്രിസ്ഥാനം 31-ാം ദിവസം മുതൽ നഷ്ടമാകും എന്നതാണ് ഇപ്പോൾ ഈ ബില്ലിലെ വ്യവസ്ഥയിൽ പറയുന്നത്. 30 ദിവസത്തിന് ശേഷം അവർ രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ ലഫ്റ്റനന്റ് ഗവർണർമാർക്കോ ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാം. അതാണ് ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ജമ്മു കശ്മീരിനായി ഇതേ വ്യവസ്ഥകളുള്ള പ്രത്യേക ബില്ല് കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതായാലും നമുക്കറിയാം, ഓരോ സംസ്ഥാനങ്ങളിലെയും ചെറിയ ചെറിയ പാർട്ടികളൊക്കെ തന്നെ ചേർന്നിട്ടുള്ള പ്രതിപക്ഷ നിരയാണ് ഇന്ത്യ സഖ്യം. കേന്ദ്രമന്ത്രിസഭയിലും ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. അപ്പോൾ ഈ പാർട്ടികളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ബില്ലാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, നേരത്തെ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ കുറെ മാസങ്ങളോളം ജയിലിലിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അദ്ദേഹം രാജിവെച്ച ശേഷമാണ് പിന്നീട് ജയിലിലേക്ക് പോയത്. അതുപോലെ ലാലു പ്രസാദ് യാദവിനെ മുഖ്യമന്ത്രിയായിരിക്കെ കേസെടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും അദ്ദേഹം രാജിവെച്ചാണ് പിന്നീട് ഈ ഒരു കസ്റ്റഡിയിലൊക്കെ തന്നെ പോയ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ചെറിയ പാർട്ടികളെ അടിച്ചൊതുക്കാനുള്ള നീക്കമായി ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാനാവൂ. കാരണം ഭരണഘടനാ ഭേദഗതി ഇതിന് അനിവാര്യമാണ്. 2 സഭകളിലും 3/2 ഭൂരിപക്ഷം തികയ്ക്കുക സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 410ഓളം വോട്ടുകൾ BJPക്ക് നേടേണ്ടതുണ്ട് ലോക്സഭയിൽ. രാജ്യസഭയിലാണെങ്കിലും ഏതാണ്ട് 183-ലധികം വോട്ടുകൾ BJPക്ക് ഉറപ്പാക്കണം. നിലവിൽ ആ ഒരു ഭൂരിപക്ഷം സർക്കാരിനില്ല എന്നതുകൊണ്ട് തന്നെ ബില്ല് പാർലമെന്റ് കടക്കാനുള്ള സാധ്യത കുറവാണ്. ശരി, നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നുണ്ട്. നോബൽ, നേരത്തെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കൾ പ്രതികരിച്ചത് ഇതൊരു കാടത്ത ബില്ലാണ്, മാത്രമല്ല ED ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ പൂട്ടാനുള്ള ബില്ല് എന്നുകൂടിയാണ് പ്രതിപക്ഷം ഇതിനോട് പ്രതിഷേധിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യം യോഗം ചേരുകയും ചെയ്തിരുന്നു. എന്താണ് പ്രതിപക്ഷ നീക്കങ്ങൾ? വിനീത, ഈ ബില്ലിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കാരണം ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം പല ഘട്ടങ്ങളിൽ നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളൊക്കെ നിരന്തരം പ്രതിപക്ഷ നേതാക്കൾക്ക് മേൽ കേസെടുക്കുകയും പലരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു നിയമം എത്തുന്നതോടെ ED ആയിരിക്കും ഇതിലെ പ്രധാന ആയുധമായി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ മന്ത്രിയാണ്, അദ്ദേഹത്തെ ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഗവർണർ റദ്ദാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതേ വ്യവസ്ഥകൾ തന്നെയാണ് ഈ പുതിയ ബില്ലിൽ വരുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും ഒരു കേസിന്റെ പേരിൽ EDക്ക്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ പേരിൽ EDക്ക് പിടിച്ച് 30 ദിവസമോ 90 ദിവസമോ അല്ലെങ്കിൽ അത് കൂടുതൽ ദിവസമോ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിരന്തരം ഇത്തരത്തിൽ EDയും CBI ഒക്കെ നിരന്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ട്. ഛത്തീസ്ഗഡിലാണെങ്കിലൊക്കെ പോലും പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും ജയിലിലാണ് ഉള്ളത്. ഗുജറാത്തിൽ ആ സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ മേൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഒപ്പമുള്ള NDAക്ക് ഒപ്പമുള്ള അവരുടെ ഘടകകക്ഷികളുണ്ട്. ആ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പ്രതിപക്ഷം തുറന്നു കാട്ടുന്നു. നമുക്കറിയാം, ഒരു നിയമവ്യവസ്ഥയിൽ ഒരാൾ അറസ്റ്റിലായി അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതിയാണ് വിധിക്കേണ്ടത്. അതാണ് നമ്മുടെ നിയമ സംവിധാനത്തിലൊരു സാഹചര്യം. പക്ഷേ അത്തരത്തിലൊരു വിധി വരുന്നതിന് മുൻപ് തന്നെ ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അയാളുടെ അംഗത്വം, അതായത് മന്ത്രിസ്ഥാനമെങ്കിൽ മന്ത്രിസ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനമാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, ഇത് ആരും ശുപാർശ ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായി ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും സജീഷ് കൂടി ചേരുന്നുണ്ട്. സജീഷ്, ക്രിമിനൽ കേസുകളിൽ 2 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകുമെന്നതാണ് ഇപ്പോഴുള്ള ചട്ടം. പക്ഷേ ഇപ്പോൾ നോബൽ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസം കസ്റ്റഡി കഴിഞ്ഞാൽ 31-ാമത്തെ ദിവസം
പ്രതിപക്ഷം ആരും ശുപാർശ ചെയ്തില്ലെങ്കിൽ പോലും നീക്കം ചെയ്യും മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നുള്ളതാണ്. വിനീത, ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയം തന്നെ ഒരു പോലെ ദുരൂഹമാണ് എന്ന് പറയേണ്ടി വരും. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയിരിക്കുകയാണ്. ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള 3 വിവാദ ബില്ലുകൾ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിൽ തന്നെ ഈ വിവാദ ബില്ലിന്റെ കരട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം പോലും MP-മാർക്ക് കിട്ടുന്നത് ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും അതിൽ MP-മാരെ അറിയിക്കുന്നതിൽ വളരെ വൈകുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇത് കരുത്തു പകരുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ ഭരണഘടനാ മൂല്യം, ധാർമ്മികത എല്ലാമായിരിക്കും. അതായത് പ്രധാനമന്ത്രി വരെ രാജിവെപ്പിക്കാൻ കഴിയും എന്നത്. അതായത് പ്രതിപക്ഷത്തെ നിരായുധരാക്കാൻ ഇത്തരം വാദങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കും എന്ന് ഉറപ്പാണ്. അതേസമയം നേരത്തെ ആദിലും PR സുനിലും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഭയക്കുന്നത് ഇത് അന്വേഷണ ഏജൻസികളെ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ ചൊൽപ്പടിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സഖ്യകക്ഷികളെയോ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഒന്നടങ്കം വരുതിയിൽ നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും. ആ ഒരു നീക്കിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നാണ്. അതായത് നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കാൻ പോകുമ്പോൾ അതിനാവശ്യമായ സമയം പരിശോധിക്കാനോ വിലയിരുത്താനോ ആവശ്യമായ സമയം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് ഇത് പാർലമെന്ററി കാര്യ സമിതിക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സമിതിക്ക് കൈമാറും എന്നാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ചർച്ച മുന്നോട്ട് വെക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു. ആ ചർച്ചയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ കേന്ദ്രം ഇനി പരിഗണിക്കുമോ എന്നാണ് കണ്ടറിയാനുള്ളത്. ഏതായാലും ഒരു ദുരൂഹ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു വിചിത്ര സ്വഭാവമുള്ള ആംഗിളിലൂടെ ഒരു വിവാദ ബിൽ ജനസമക്ഷം മുന്നോട്ട് വെക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു. അത് പ്രതിപക്ഷത്തെ നിരായുധരാക്കാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാമാണ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.